അമ്മാമ അമ്മാമേ ആ എനിക്ക് കപ്പ ഇറച്ചി ഉണ്ടാക്കി തരുമോ? കപ്പ ഇറച്ചി തരാൻ കപ്പ ഇറച്ചി ഇവിടെ ഇല്ലല്ലോ. അത് നമുക്ക് മേടിക്കാം. എനിക്ക് ഉണ്ടാക്കി തരുമോ? വയ്യ വയ്യ എന്നാലും ഉണ്ടാക്കി തരാം. അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് പറയൂ, ഞാനതൊക്കെ സെറ്റാക്കി തരാം. എന്തൊക്കെ വേണ്ടെന്നോ? ആ മല്ലിപ്പൊടി, ആ മഞ്ഞപ്പൊടി, ആ മസാലപ്പൊടി, ആ ഉപ്പ് ആ ഒക്കെ ചേർക്കണം ആ ഇറച്ചിയിൽ. ആ അത് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചിയും കരിയാപ്പിലയും ഒക്കെ തുളിച്ചിടുക. അതിലേക്ക് കുറേ തുളിച്ചിട്ടിട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതൊക്കെ സെറ്റ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ വേണം. മേടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ട് വിളിക്കാട്ടാ. നിങ്ങൾ മേടിച്ച് സംഘടിപ്പിച്ചാൽ എനിക്ക് വയ്യെങ്കിലും ഞാൻ വന്ന് ഉണ്ടാക്കി തരും. ഓക്കെ സെറ്റ്. ഓക്കെ, നമ്മൾ അമ്മാമ്മ പറഞ്ഞതുപോലെ തന്നെ കൊള്ളി, സവാള, അതുപോലെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി പൊടികളെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇറച്ചി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കൊള്ളി നമ്മൾ വേവിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് അമ്മാമ്മേനെ വിളിച്ചാലോ. അമ്മാമ്മ ഇതിലെല്ലാ സാധനങ്ങളും ആയില്ലേ? ഇഞ്ചിയുണ്ട്, സവാളയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മുളക് പൊടി, ഉപ്പ്, ഇറച്ചിക്ക് കപ്പയ്ക്ക് എല്ലതും ശരിയായി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇട്ട് വെച്ച മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലേക്ക് ഇട്ട് അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇട്ടോ മാമ ഇട്ടോ. മതി മതി. വെളുത്തുള്ളി അല്ലേ? മതി മതി. പച്ചമുളക് കൈ കൊണ്ടാട്ട. വെള്ളമൊക്കെ ഇല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് മൂടി വെക്കണം അല്ലേ? മൂടി അടപ്പത്തോട്ട് വയ്ക്കും. സ്റ്റീം അടിക്കണ 10 സ്റ്റീം അടിക്കണം. 10 സ്റ്റീം അടിക്കണം. ഓക്കെ, അപ്പൊ 10 സ്റ്റീം അടിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പണ്ട് കമ്പനിയിലേക്ക് പണി തുടങ്ങിയതിന് ശേഷം കുട്ടികൾ ഇരുന്ന് പണിയുമ്പോൾ ആ കുട്ടികൾക്ക് ഭക്ഷണം കാലാക്കി ഞാൻ ചോറും കറിയൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അവർ കഴിച്ചു കഴിഞ്ഞിട്ട് നല്ല കറിയാണെന്ന് എന്നോട് പറയാറുണ്ട്. ഞങ്ങളോട് എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് അപ്പം ചായയും ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. രാത്രി 8-10 മണി രാത്രിയാകുമ്പോഴത്തേന് ഒരു തരം നല്ലൊരു കറിയും നല്ല ചോറ് കഞ്ഞിയായിട്ട് നല്ല കഞ്ഞിയായിട്ട് അവർക്ക് രാത്രി 8:30 കൊണ്ട് കൊടുക്കുക. പിള്ളേർക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അവരൊക്കെ നല്ല കറിയാണ്, നല്ല രസമാണ് കഴിക്കാൻ, അമ്മമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കാൻ നല്ലതായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതിലൊക്കെയുള്ള ആൾക്കാരും കൊടുക്കുന്നവർക്കൊക്കെ പറയും കറി വെച്ചാലും എന്ത് കഴിച്ചാലും നല്ല സ്വാദാണ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അമ്മാമ്മേനെ ഇവിടെ പണ്ട് നമ്മള് അടുക്കളാമ്മ പറയാ. അമ്മാമ്മ വെക്കുന്ന കറികളൊക്കെ ആയാലും നല്ല ടേസ്റ്റ്. അതുപോലെ അമ്മാമ്മ മീൻകറി വെക്കും. മീൻകറി ആയാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അമ്മാമ്മയുടെ മീൻകറി. പിന്നെ കോപ്പറൊക്കെ വെച്ച് കഴിയുമ്പോ അപ്പൻ്റെ കെട്ടിയൻ്റെ ആൾക്കാരൊക്കെ വന്ന് കഴിക്കുമ്പോൾ നിന്റെ അനിയത്തി വെക്കുന്ന കറികളൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു, നിങ്ങളാരും വെച്ചാൽ വന്നാണില്ല എന്ന് പറയാറുണ്ടായിരുന്നു. അടുത്ത് നമുക്ക് അമ്മാമ്മയുടെ മീൻകറിയുടെ റെസിപ്പി ആയിട്ട് വരാം. അമ്മാമ്മ നല്ല അടിപൊളിയായിട്ട് മീൻകറി വെക്കും. മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് സവാള ഇടണല്ലേ? സവാള എടുക്കാം. ചെറുകരി ഇട്ടോ. ഈ അരപ്പിലോട്ടാണ് കേട്ടോ നമ്മളിനി ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കൊണ്ടുപോയിടാറായി. കൊണ്ടുപോയിടണം. അപ്പം നമ്മൾ കൊള്ളി ബീഫും പാകമായി.
ഇനി ഇതുപോലെ നിങ്ങളുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണം. അമ്മമ്മ ഈ ബീഫ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അമ്മമ്മ മെയിനായിട്ട് പോത്തിറച്ചി എന്ന് പറയാറ്. അതാണ് ആൾക്കത് അങ്ങോട്ട് വശമില്ലാത്തതാണ്. നമ്മൾ പറയണ കേട്ടിട്ട് ആളതേപോലെ പറയാൻ ശ്രമിക്കണം എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ബീഫും കൊള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം കിഡു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ സീ യു ഓൾ ഓൺ നെക്സ്റ്റ് വീഡിയോ.